ഒരു കംപ്ലീറ്റ് ഡേ റെസ്റ്റും ഒക്കെ എടുത്ത് ചെയിനൊക്കെ ലൂബ് ചെയ്ത് നമ്മുടെ ബൈക്സ് എല്ലാം വീണ്ടും പാക്ക് ചെയ്ത് ഒരുപാട് മെമ്മറീസുമായി കൊട്ടക്കാമ്പൂറിന് തൽക്കാലം ബൈ പറഞ്ഞു. കോവില്ലൂർ വില്ലേജും വട്ടവടയും ഒക്കെ പാസ് ചെയ്ത് ഞങ്ങൾ പതുക്കെ പാമ്പാടും ഷോല ഫോറസ്റ്റ് സ്ട്രെച്ചിൽ വീണ്ടും എത്തി. ഈ റൂട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ആ സെയിം എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഈ ഫോറസ്റ്റ് റൂട്ട്. ആനിമൽ സ്പോട്ടിംഗ് ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള റൈഡ് വളരെ ഫൺഫിൽഡ് ആയിരുന്നു. കുറച്ച് സീനറീസ് ഒക്കെ പിടിച്ച് നല്ല പോലെ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് വളരെ സ്ലോ പേസിൽ എല്ലാം എൻജോയ് ചെയ്ത് പയ്യെ ഞങ്ങൾ ചവിട്ടി നീങ്ങി. 12 o'clock കൂടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് ചവിട്ടി കയറ്റി എലവേഷൻസ് എല്ലാം നിസ്സാരമായി ഡിസെൻഡ് ചെയ്ത് പിന്നെയും ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്തു. ഞങ്ങളുടെ പിറ്റ് സ്റ്റോപ്പ് പോയിന്റിൽ നിന്നും മൂന്നാർ ടൗൺ ടച്ച് ചെയ്യാതെ ഗ്യാപ്പ് റോഡ് കയറാൻ പറ്റുന്ന ഒരു ബൈ റൂട്ട് ഉണ്ടായിരുന്നു. ടീ പ്ലാന്റേഷൻ്റെയും അരുവിയുടെയൊക്കെ കുറുകെയുള്ള ഒരു ചെറിയ റോഡ്. നല്ല അസാധ്യ എലവേഷൻസിനും അതിമനോഹരമായ ലാൻഡ്സ്കേപ്പും. പോയിട്ട് പ്രത്യേകിച്ച് ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും അത്യാവശ്യം എലവേഷൻസ് കവർ ചെയ്തുകൊണ്ടും ഞങ്ങൾ അവിടെ ആ തണലത്ത് ആ മനോഹരമായ ടീ പ്ലാന്റേഷനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. ഈ ബൈക്ക് പാക്കിംഗ് ട്രിപ്പിൻ്റെ മറ്റൊരു ഹൈലൈറ്റായ വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് ഡ്രൈവിംഗ് സ്ട്രെച്ചസ് ഇൻ സൗത്ത് ഇന്ത്യ, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പനോറമിക് വ്യൂ ഉള്ള ഗ്യാപ്പ് റോഡ്. ഈ കർവി മൗണ്ടൻ റോഡ്സിൽ കൂടെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇത്രയും സ്റ്റണ്ണിങ് ആയ ലാൻഡ്സ്കേപ്പൊക്കെ കണ്ട് മൗണ്ടൻസ് ഇറങ്ങുമ്പോൾ ലൈഫിലെന്തോ ഒരു പുതിയ പെർസ്പെക്റ്റീവ് കിട്ടിയതുപോലെ. ഇറ്റ് വാസ് ട്രൂലി മാജിക്കൽ. ഗ്യാപ്പ് റോഡിലെ ഇത്രയും എക്സലറേറ്റിംഗ് ആയിട്ടുള്ള റൈഡ് കഴിഞ്ഞ് പൂപ്പാറയിൽ നിന്നും 12 കിലോമീറ്റേഴ്സ് മാറി കള്ളിപ്പാറ വ്യൂ പോയിന്റ് തൊട്ട് താഴെ ഒരു ഹോം സ്റ്റേയിലെത്തിയിട്ടാണ് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തത്.